ഹലോ ഫ്രണ്ട്സ്, കുക്കറിൽ എങ്ങനെ 15 മിനിറ്റ് കൊണ്ട് പെർഫെക്റ്റായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഒരു 2 കഷ്ണം ഏലക്ക, അതുപോലെ തന്നെ 2-3 ഗ്രാമ്പു, 2-3-5 ഏലക്ക എടുക്കുക. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു വലിയുള്ളി, അത് ചെറുതായിട്ടൊന്ന് അരിയുക. വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം ചതച്ചിട്ട് പിന്നെ ഒരു ചെറിയൊരു പീസ് ക്യാരറ്റ് എടുക്കുക, അതും ചെറുതായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ ഇപ്പോൾ 2 ഗ്ലാസ് അരിക്കുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. 2 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് ജീരകശാല അരിയാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടീസ്പൂണ് വെളിച്ചെണ്ണ അത് അതിലൊഴിച്ചിട്ട് അതിൽ നേരത്തെ എടുത്ത ഉള്ളിയുടെ പകുതി വറുത്തെടുക്കുക. അത് ഞാനതിൽ കാണിച്ചിട്ടില്ല, പിന്നെ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അതുപോലെ തന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പും അതും വറുത്തെടുക്കുക. പിന്നെ അതിന് ശേഷം പകുതി ഉള്ളി വഴറ്റിയതിന് ശേഷം ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് വഴറ്റുക. അതുപോലെ തന്നെ അതിലേക്ക് ആ പട്ടയും ഗ്രാമ്പും ഏലക്കായ എടുത്ത് വെച്ചത് അതും ഇടുക. അത് നല്ലോണം വഴറ്റിയതിന് ശേഷം പിന്നെ ജീരകശാല അരി ഊറ്റി വെച്ചത് അത് ഒഴിക്കിടുക. അത് ഒഴിക്കിട്ടിട്ടൊരു 2 ഗ്ലാസ് അരി എടുത്തിരുന്നു. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കുക നല്ലോണം. ഹൈ ഫ്ലെയിമിൽ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് ഒഴിക്കുക. നല്ലോണം വറുത്ത് എടുത്തതിന് ശേഷം അത് ഒഴിക്കുക. അത് നല്ലോണം മിക്സ് ആക്കുക. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പിടുക. ഉപ്പ് കുറച്ചൊരു നേരിയതായിട്ട് ഇപ്പോൾ ഇതിലേക്ക് നിൽക്കണം എന്നുള്ളൂ. എന്നിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വിസിൽ വരും. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടേണ്ടത്, കുറയ്ക്കൊന്നും ചെയ്യണ്ട, കുറയ്ക്കോ കൂട്ടുകയൊന്നും ചെയ്യരുത്. എന്നിട്ട് ആ വിസിൽ വന്നതിന് ശേഷം ആ വിസിൽ റിമൂവ് ചെയ്തിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം പിന്നെ ഓപ്പൺ ആക്കുക. അപ്പോൾ പിന്നെ പാകത്തെ റൈസായിട്ടുണ്ടാകും, പാകത്തെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അത് തുറന്നതിന് ശേഷം ആ മല്ലിച്ചപ്പും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത് അത് ഒഴിക്കിടുക. അത് ഒക്കെ ഫുള്ളായിട്ട് മിക്സാക്കുക. അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഒട്ടിപ്പിടിക്കാതെ തന്നെ നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. ഒരു ഗ്ലാസ് അരി എടുത്തെന്ന് വെച്ചാൽ 2 ഗ്ലാസ് വെള്ളം. അതുപോലെ തന്നെ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്, അപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അപ്പോൾ അതൊന്നും നോക്കിയാൽ മതി എന്നുള്ളൂ. ബാക്കിയൊക്കെ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഞാനതിലേക്ക് കുറച്ച് സാലഡും അതുപോലെ തന്നെ ചിക്കൻ്റെ കറിയും ഉണ്ടാക്കി. അത്